നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ MP ഓഫീസ് ആക്രമിച്ചതിനെതിരെ BJP ഒറ്റപ്പാലത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ MP ഓഫീസ് ആക്രമിച്ചതിനെതിരെയാണ് BJPയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലത്ത് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. ലക്ഷ്മി തിയേറ്റർ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ടൗണിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ P. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. മനോരമ ചാനലും റിപ്പോർട്ടർ ചാനലും വരുന്നുണ്ട്. ഇതാ കള്ളവോട്ട് പിടിച്ചു. ആരുടെ? BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട്. 1.5 വർഷമായി തൃശ്ശൂരിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ അവിടെ എൻ്റെ വോട്ട് ചേർത്തിട്ടുണ്ട്. ഞാൻ അവിടെയാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. വേറൊരു RSSന്റെ നേതാവ് ഇതേപോലെ കള്ളവോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2 വോട്ടുള്ളത് എനിക്കറിയില്ല, ഞാൻ അവിടെ ചേർത്തിരുന്നു. പക്ഷേ നോക്കിയപ്പോ ആലത്തൂർ മണ്ഡലത്തിലും എനിക്ക് വോട്ടുണ്ട്. ഞാൻ അവിടെ പോയി വോട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് പരിശോധിക്കാം. ഒരു വോട്ടർ 1-ൽ കൂടുതൽ വോട്ട് ചെയ്താൽ, അല്ലെങ്കിൽ ഇല്ലാത്ത ആളുടെ പേരിൽ വോട്ട് ചെയ്താൽ അത് മാത്രമാണ് കള്ളവോട്ടാകുക. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും പറയുന്നത്? അപ്പുമോനെ സംബന്ധിച്ചിടത്തോളം, രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അധികാരം ഒരിക്കലും കിട്ടില്ല എന്ന് വന്നപ്പോ നിയമ സംവിധാനങ്ങളെയും ഭാരതത്തിന്റെ സുരക്ഷയെയും തകിടം മറിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങൾ ഭയാനകമായുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ അട്ടിമറിക്കുക എന്നാണ് അവരുടെ വിചാരം. എന്റെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, ഇത് പാകിസ്ഥാനല്ല. ജില്ലാ ജനറൽ സെക്രട്ടറി B. മനോജ്, BJP പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി T. ശങ്കരൻകുട്ടി, മേഖലാ വൈസ് പ്രസിഡന്റ് KV ജയൻ, മേഖലാ സെക്രട്ടറി AP പ്രസാദ്, ജില്ലാ നേതാക്കളായ AP സതീഷ് കുമാർ, EP നന്ദകുമാർ, ES ദാസ്, KR രജിത, P. സത്യഭാമ, N. മണികണ്ഠൻ, K. പ്രസാദ്, പ്രമോദ് കുമാർ, കുഞ്ഞുകുട്ടൻ, സോഷ്യൽ മീഡിയ കൺവീനർ രാജേഷ് വെള്ളോത്ത്, മണ്ഡലം നേതാക്കളായ സുമേഷ് ചീരാത്തുടി, A. സ്വരൂപ്, KP കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു.